ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇന്ന് സൺഡേ ഒക്കെ ആണല്ലോ, അതുകൊണ്ടൊന്ന് സ്പെഷ്യലാക്കാമെന്ന് കരുതി. ഉണ്ടാക്കുന്ന വിധം നമുക്ക് വിശദമായി തന്നെ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഉള്ളി, അതായത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 1 കിലോ ബ്രോയിലർ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഉള്ളി, സവാള, തക്കാളി, ഇഞ്ചി ഇവയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായി നമുക്കൊരു പരന്ന പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓടിൻ്റെ ഉരുളിയാണ്. ഈ ഉരുളിയിൽ നമുക്ക് ഉള്ളി, തക്കാളി ഇവയൊക്കെ വാട്ടിയെടുക്കാം. നമ്മളിവിടെ 1 കിലോ ബ്രോയിലർ ചിക്കനിലേക്ക് 1 കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ജാറിലിട്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റാണിത്. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, പൂവ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിത് പാകമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അല്പം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം ഇവിടെ പാകമായിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഇലകൾ, അരിഞ്ഞു വെച്ച ഇലകൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ അമർത്തി അതിനുശേഷം അതിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തുക.